ഇനി പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ കരിമേഘങ്ങൾ ഒഴിയുന്നില്ല. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. സൗദി അറേബ്യയിലും കുവൈറ്റിലും ആക്രമണ ശ്രമങ്ങൾ നടന്നു. ആക്രമണ സാധ്യത കണക്കിലെടുത്ത ദുബായിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ ഓൺലൈനിൽ മാത്രമായി ചുരുക്കി. ഇറാനിലെ അൽബോഴ്സ് പ്രവിശ്യയിൽ നിർമ്മാണത്തിൽ നിന്ന പാലത്തിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഹോർമൂസ് കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന പ്രമേയത്തിൽ UN രക്ഷാസമിതിയിലെ വോട്ടെടുപ്പ് ഇന്നാണ്. ദുബായിൽ നിന്ന് മുഹമ്മദ് റഗീസും അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും തത്സമയം ചേരുകയാണ്. ആദ്യം മുഹമ്മദ് റഗീസിലേക്ക്. റഗീസ്, ഗുഡ് മോർണിംഗ്. എന്താണ് എനിക്ക് തോന്നുന്ന പള്ളികളിൽ പ്രാർത്ഥനകളൊക്കെ ചുരുക്കി എന്നുള്ള വിവരം ലഭിക്കുന്നു. അതുപോലെ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇന്നലെയും ഈ ഡ്രോൺ അറ്റാക്കുകൾ ശ്രമമുണ്ടായി എന്ന വാർത്തകൾ വരുമ്പോൾ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN പ്രധാനമായിട്ടും ഈ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പള്ളികളിൽ ഉണ്ടാകേണ്ട പ്രത്യേക പ്രാർത്ഥനകൾ, ചടങ്ങുകൾ ഇതൊക്കെയും വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ പാടെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. UAE ആകെ എടുത്തു നോക്കുകയാണെങ്കിൽ ദുബായ് കേന്ദ്രീകരിച്ചാണ് അത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊക്കെയും പള്ളിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഏതെങ്കിലും നിലയ്ക്ക് ഇവിടെ ഭരണകൂടം എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ സർക്കാർ എടുത്തൊരു തീരുമാനം എന്ന നിലയ്ക്കല്ല ഇത് പുറത്തു വരുന്നത്. പക്ഷേ ചില പള്ളികൾ അവിടെ പ്രാർത്ഥന ഉണ്ടാകില്ല, പ്രത്യേക പ്രാർത്ഥന തിരുകർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാത്തലിക് ചർച്ചുകളൊക്കെയാണ് പ്രധാനമായും ഇന്ന് വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തേണ്ടതില്ല, പൊതുവായിട്ടുള്ള പ്രാർത്ഥനകൾ അത്തരത്തിൽ ഉണ്ടാകില്ല, ആളുകൾ കൂടിയിട്ടുള്ള പ്രാർത്ഥന പള്ളികളിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു അറിയിപ്പ് ഇന്നലെ വളരെ വൈകി ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ചില പള്ളികളിലൊക്കെയും പ്രാർത്ഥനകൾ ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത് പ്രധാനമായിട്ടും ഷാർജ കേന്ദ്രീകരിച്ചൊക്കെയാണ്. അപ്പോൾ രാവിലെ വെളുപ്പിന് അതിരാവിലെ തന്നെ ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെയായിരുന്നു ഈദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഈ പൊതുവായി ആളുകൾ അധികം കൂടുന്ന പരിപാടികൾ കഴിവതും ഒഴിവാക്കുക, അതൊരു കർശന നിർദ്ദേശമോ വിലക്കോ ഒന്നുമല്ല, മറിച്ച് ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന രീതിയിൽ ഒഴിവാക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെയും പ്രത്യേക പ്രാർത്ഥനകളൊക്കെയും ഒഴിവാക്കുന്നത്. എന്തായാലും ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായറിന് പ്രത്യേക പ്രാർത്ഥനകളൊക്കെയും പള്ളിയിൽ കാര്യമായി തന്നെ നടക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബഹ്റൈൻ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ശക്തമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 3-4 റൗണ്ട് ബഹ്റൈനിലേക്ക് ആക്രമണം ഉണ്ടാകാറുണ്ട്. അതിന്റെ നാശനഷ്ടങ്ങളൊക്കെയും പുറത്തു വരാറുമുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ആമസോൺ ക്ലൗഡ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളതായി ഇന്നലെ വൈകി ഈ ബഹ്റൈൻ അതോറിറ്റികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ അമേരിക്കൻ കമ്പനികൾ കേന്ദ്രീകരിച്ചും ചിലയിടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ കാര്യമായ ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പിന്റെ ഭാഗമായി തന്നെ അവിടെ ആമസോൺ ക്ലൗഡ് ഫെസിലിറ്റിയിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു, തീപിടുത്തം ഉണ്ടായതായി വിവരമുണ്ട്. എന്നാൽ എത്രത്തോളം നാശനഷ്ടമുണ്ട്, അതിന്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ആളുകൾക്ക് പരിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ എന്തായാലും പുറത്തു വരുന്നത്. കുവൈറ്റിൽ ഇന്ന് രാവിലെ 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. സൈറനുകൾ മുഴങ്ങി. അതിനുശേഷം ഈ ഡ്രോണൊക്കെയും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ശബ്ദങ്ങൾ കേട്ടതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. UAE കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ രാത്രി 1 തവണ ചിലർക്കൊക്കെയും അലേർട്ട് ലഭിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നു. അതിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും കാര്യമായി ഇത്തരത്തിൽ എവിടെയെങ്കിലും കാര്യമായി ആക്രമണം ഉണ്ടായതായോ തീപിടുത്തം ഉണ്ടായതായോ ഏതെങ്കിലും നാശനഷ്ടം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്തായാലും ഇതുവരെ ഇല്ല. ഖത്തർ എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശാന്തമാണ്. കാര്യമായിട്ടുള്ള ആക്രമണം അവിടേക്ക് ഉണ്ടാകാറില്ല. ഏതാണ്ട് ജനജീവിതം സാരമായിട്ടൊക്കെ പോകുന്ന, കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്ന നിലയിലേക്കാണ് ഖത്തറിലെ കാര്യങ്ങൾ പോകുന്നത്. അതിനപ്പുറത്തേക്ക് കുവൈറ്റ് എയർവേസ് എന്തായാലും മറ്റന്നാൾ മുതൽ ഇത്തരത്തിൽ ഈ സർവീസുകൾ ദമാം എയർപോർട്ട് വഴി തുടങ്ങാൻ ഇന്നലെ വൈകിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നയം തന്നെ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആശങ്ക ഉയർത്തുന്ന കാര്യം എന്നൊരു അറുതി വരും, എന്നാകും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരാത്തത് തന്നെയാണ്. ഓക്കെ, മുഹമ്മദ് റഗീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.